ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതിയും അതുപോലെ തന്നെ 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഈ റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഈ റവയിലേക്കൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ യോജിക്കുന്നത് നമ്മുടെ സ്നാക്കിന് നല്ല ടേസ്റ്റ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറക്കാവുന്നതാണ് കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ കുറച്ച് പച്ചമുളകിൻ്റെ അളവ് എരിവ് കുറക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിൽ തന്നെ 1 കപ്പ് ദോശമാവാണ് ചേർത്തിട്ടുള്ളത്. ദോശമാവോ ഇഡ്ഡലി മാവോ ഏത് മാവ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു മാവ് ചേർക്കാം. ഇഡ്ഡലി മാവ് ആകുമ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ദോശമാവ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി റവ നനയാതെ കിടക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് റവ എടുത്തപ്പോൾ ഞാൻ 1/4 കപ്പ് ദോശമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദോശമാവ് എടുത്തിട്ടുള്ള കപ്പിൽ തന്നെയാണ് ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന റവയ്ക്ക് വെള്ളം കുടിക്കുന്ന അളവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വെള്ളം കുടിക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക അളവിനനുസരിച്ച് ഒരല്പം വെള്ളം വേണമെങ്കിൽ ചിലത് കൂടി വരും, ചിലപ്പോൾ കുറച്ച് മതിയാവും കേട്ടോ. അപ്പോൾ റവ വെള്ളം കുടിക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരുന്നത്. ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മളിത് ഈ ഒരു കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നത് റവ നന്നായിട്ട് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള ദോശമാവും വെള്ളമൊക്കെ വലിച്ചു കുടിച്ച് ഒരല്പം ടൈറ്റായി വരും. അപ്പോൾ ഇതൊരൊന്ന് 10 മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, കുറച്ചൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതേ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വളരെ കുറച്ചായിട്ട് ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച 1/4 കപ്പ് വെള്ളവും ആ ദോശമാവൊക്കെ റവ വലിച്ചു കുടിച്ചതുകൊണ്ടാണ് കുറച്ച് ടൈറ്റായി വന്നിട്ടുള്ളത്. അപ്പോൾ റവ നല്ല സോഫ്റ്റായി വരികയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും മതി. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവസാനം മാത്രം ഉപ്പ് ചേർത്താൽ മതി. ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ട് കുഴച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റവയിലേക്ക് ഒരുപാട് ഉപ്പ് പിടിച്ചു പോകും. അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്താണ് ഒരല്പം ഉപ്പ് ചേർക്കേണ്ടത്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് എണ്ണ കുറച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് വളരെ കുറച്ച് ചെറിയ ഉരുളകളാക്കി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കൈകൊണ്ട് ഇതേപോലെ നുള്ളി ഇട്ട് കൊടുത്താൽ മതിയാകും. നമ്മളിതിലേക്ക് അപ്പസോഡയൊന്നും ചേർത്തിട്ടില്ല, ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ബോൾ പോലെ പൊങ്ങി വരും. നമ്മൾ ദോശമാവ് ചേർത്തത് കൊണ്ടാണ് നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ബോൾ പോലെ പൊങ്ങി വരികയും ചെയ്യും. ഈ ഒരു സ്നാക്ക് പുറം ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ചൂട് ചായക്കൊപ്പമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ദോശമാവൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വെറുതെ കളയേണ്ട ആവശ്യമില്ല. കുറച്ച് ദോശമാവ് ഉണ്ടെങ്കിൽ പോലും നമുക്കിത് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഭാഗം ആകുന്ന സമയത്ത് പതുക്കെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് മുരിപ്പിച്ചെടുക്കാം. കുക്കിംഗ് ടൈമൊന്നും അധികം വരുന്നില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതെ, എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അങ്ങനെ മുഴുവൻ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു വെള്ളച്ചമ്മന്തിയോ അല്ലെങ്കിൽ ഇതേപോലെ മുളക് പൊടി ചേർത്ത് അരച്ചിട്ടുള്ള ചമ്മന്തി, ഏതെങ്കിലും ഒരു ചമ്മന്തിൻ്റെ ഒപ്പം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ.
അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.